വിശുദ്ധ യൗസപിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ അരുൺ തേരുള്ളി, വാർഡ് കൗൺസിലർ ശ്രീമതി ലിസി പോളി, PTA പ്രസിഡന്റ് ശ്രീ റെജി KT, ബസിലിക്ക എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗങ്ങൾ, രക്ഷിതാക്കൾ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു. അങ്കമാലിയുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചും സ്വാധീനിച്ചും ഉത്തമ വ്യക്തിത്വങ്ങളെ നാടിന് പ്രദാനം ചെയ്ത് ഭാവിയെ പ്രത്യാശയോടെ ഉറ്റുനോക്കിക്കൊണ്ട് ഈ വിദ്യാലയം ദൈവാനുഗ്രഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. ലോകം വിരത്തുമ്പിലാകുന്ന ഈ നൂറ്റാണ്ടിൽ അടിസ്ഥാന വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഈ വിദ്യാലയം ഈശോയുടെ തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഈ അധ്യയന വർഷത്തിലെ കർമ്മനിരതമായ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ടാണിത്. മോർണിംഗ് അസംബ്ലിയോടെ തുടക്കം കുറിക്കുന്ന ഓരോ ദിനത്തിലും ന്യൂസ് റീഡിംഗ്, ചിന്താവിഷയം, ക്ലബ് ആക്ടിവിറ്റീസ്, ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, എക്സസൈസ് എന്നിവ നടത്തിവരുന്നു. സന്മാർഗ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിനായി സന്മാർഗ പാഠവും പൊതുവിജ്ഞാനം നേടുന്നതിനായി GK ക്ലാസും ഇംഗ്ലീഷ് അനായാസം സംസാരിക്കുന്നതിനായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും നൽകി വരുന്നു. ഈ അധ്യയന വർഷത്തിലെ അധ്യാപക രക്ഷകർതൃ സമിതിയുടെ പ്രഥമ പൊതുയോഗം ജൂലൈ 17 സ്കൂൾ ഹാളിൽ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ്റെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. 80% രക്ഷിതാക്കൾ പങ്കെടുത്തു. വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ നിർദ്ദേശങ്ങൾ മാനേജർ അച്ഛനിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ചു. ഈ വർഷത്തെ PTA പ്രസിഡന്റായി ശ്രീ റെജി KT, വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷൈനി ഡാലന്റ്, മാതൃസംഗമം ചെയർപേഴ്സൺ ശ്രീമതി അജിത ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന 30 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മാസത്തിൽ ഓരോ തവണയും അടിയന്തര സന്ദർഭങ്ങളിലും PTA എക്സിക്യൂട്ടീവ് ചേർന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു. ഓരോ മാസവും ബഹുമാനപ്പെട്ട മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗങ്ങൾ, സ്റ്റാഫ് എന്നിവർ യോഗം ചേർന്ന് വിദ്യാലയ പുരോഗതിക്ക് ആവശ്യമായ നൂതന ആശയങ്ങൾ ചർച്ച ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. 2023 ഏപ്രിൽ 21 ബസിലിക്കയിൽ സ്റ്റാഫ് അംഗങ്ങൾക്കായി ഏകദിന ശില്പശാല പ്രൊഫസർ ജിബി വർഗീസിന്റെ നേതൃത്വത്തിൽ നൽകിയത് പ്രയോജനപ്രദമായിരുന്നു. ഇയർ പ്ലാൻ, ടെൻറ്റേറ്റീവ് മന്ത്ലി പ്ലാൻ എന്നിവ തയ്യാറാക്കി കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രാധാന്യം നൽകി നടത്തുന്ന പ്രവർത്തനങ്ങളും അവതരണങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു വരുന്നു. SSLC 2022-23 SLC ബാച്ചിൽ 19 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയത്തിൽ. വിദ്യാർത്ഥികളെയും വിദ്യാലയത്തെയും പ്രോത്സാഹിപ്പിച്ച ഏവർക്കും നന്ദി. എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഈ അധ്യയന വർഷം 24 കുട്ടികൾ SLC പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നു. ക്ലാസ് സമയം കൂടാതെ രാവിലെയും വൈകിട്ടും ശനിയാഴ്ചകളിലും സ്പെഷ്യൽ ക്ലാസുകൾ നൽകുന്നു. ജനുവരി മുതൽ SSLCക്കായുള്ള തീവ്ര പരിശീലനം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നൽകുന്നു. പരീക്ഷാ സമ്പ്രദായം: ഓരോ പാഠഭാഗത്തിനും ശേഷം ക്ലാസ് ടെസ്റ്റുകളും ജൂലൈ, നവംബർ മാസങ്ങളിൽ മിഡ് ടേം പരീക്ഷകളും ടെർമിനൽ പരീക്ഷകളും SSLCക്കാർക്കായി ഒരു വിഷയത്തിന് 5 പരീക്ഷകൾ ലഭിക്കുന്ന വിധത്തിൽ റിവിഷൻ ടെസ്റ്റ് സീരീസും പ്രീ മോഡൽ, മോഡൽ പരീക്ഷകളും നടത്തുന്നു. മൂല്യനിർണ്ണയത്തിന് ശേഷം കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളെ നേരിട്ടറിയിക്കുകയും ആവശ്യമായ പരിഹാര ബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡലുകൾ നൽകി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നു. സീനിയർ ടീച്ചറിന്റെ നേതൃത്വത്തിൽ 28 കുട്ടികൾ ജൂനിയർ റെഡ് ക്രോസിലും ബിൽജി ടീച്ചറുടെ നേതൃത്വത്തിൽ 20 കുട്ടികൾ സ്കൗട്ടിലും പ്രവർത്തിക്കുന്നു. കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള കായിക പരിശീലനം ആന്റണി സാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും സ്റ്റാഫ് അംഗങ്ങളെയും ഈഗിൾ, ഫാൽക്കൺ, ഫീനിക്സ് എന്നീ 3 ഗ്രൂപ്പുകളായി തിരിച്ച് വേഗ സ്പോർട്സ് മത്സരങ്ങൾ ഓഗസ്റ്റ് 4 ഫാദർ അരുൺ തേരുള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വിജയികളായവരെ ഉപജില്ലാ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചു. വിവിധ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഇഗ്നേഷ്യസ് തോമസ് സ്റ്റാൻഡേർഡ് 8 എറണാകുളം റവന്യൂ മത്സരത്തിൽ 600 മീറ്റർ റേസിൽ 3rd പ്രൈസ് നേടി. അവധിക്കാലത്ത് തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും നാഷണൽ ലെവൽ ജൂഡോ ചാമ്പ്യനുമായ ശ്രീ മാർട്ടിൻ ബെന്നിയുടെ നേതൃത്വത്തിൽ ജൂഡോ പരിശീലനം ആരംഭിച്ചു. ഉപജില്ലാ മത്സരത്തിൽ ശീതൾ പ്രജാപതി സ്റ്റാൻഡേർഡ് 6, ശിവസൂര്യ ശിവൻ സ്റ്റാൻഡേർഡ് 8 എന്നിവർ ഫസ്റ്റ് നേടി റവന്യൂ മത്സരത്തിൽ പങ്കെടുത്തു.
വെൻസില റോസ് ഡാലന്റ് സ്റ്റാൻഡേർഡ് 6, വെൻഡിസില റോസ് ഡാലന്റ് സ്റ്റാൻഡേർഡ് 7 എന്നിവർ സെക്കൻഡ് നേടി. എറണാകുളം റവന്യൂ മത്സരത്തിൽ സബ് ജൂനിയർ അപ് ടു 31 kg ഫസ്റ്റ് നേടി ശീതൽ പ്രജാപതിയും സബ് ജൂനിയർ അപ് ടു 50 kg ഫസ്റ്റ് നേടി ശിവസൂര്യ ശിവനും വിദ്യാലയത്തിന്റെ അഭിമാനമായി സ്റ്റേറ്റ് തലത്തിൽ മത്സരിച്ചു. സെപ്റ്റംബർ 8 ഫ്ലെയർ അപ്പ് 2023 സ്കൂൾ തല മേളകൾ നടത്തി. വിജയികളായ 42 കുട്ടികൾ ഉപജില്ലാ ശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുത്തു. 35 പേർ വിവിധ ഗ്രേഡുകൾ നേടി. അന്ന ജോബി ക്ലാസ് 10 സെക്കൻഡ് എ ഗ്രേഡ് മാത്തമാറ്റിക്സ് റവന്യൂ തല മത്സരത്തിൽ പങ്കെടുത്തു. സെബാസ്റ്റ്യൻ ജോജോ ക്ലാസ് 9 വർക്ക് എക്സ്പീരിയൻസ് തേർഡ് പ്രൈസ് ബി ഗ്രേഡ്. നിവേദ് കൃഷ്ണ CP ക്ലാസ് 6 സെക്കൻഡ് എ ഗ്രേഡ് നേടി. ഈഗിൾ, ഫാൽക്കൺ, ഫീനിക്സ് ഗ്രൂപ്പുകളിലെ വിദ്യാർത്ഥികൾ മത്സരിച്ച കലാമത്സരങ്ങൾ ഫ്ലോറ 2023 PTA പ്രസിഡന്റ് ശ്രീ റജി കേറ്റി ഉദ്ഘാടനം ചെയ്തു. വിജയികളായവരെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചു. നിരഞ്ജന കൃഷ്ണ PS സ്റ്റാൻഡേർഡ് 8 ചിത്രരചന വാട്ടർ കളറിൽ തേർഡ് പ്രൈസ് എ ഗ്രേഡ് കരസ്ഥമാക്കി. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും പങ്കെടുത്ത 46 കുട്ടികളിൽ യഥാക്രമം 15ഉം 21ഉം കുട്ടികൾ വിവിധ ഗ്രേഡുകൾ നേടി. ദിനാചരണങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനം പ്രകൃതി സംരക്ഷണ റാലിയോടെ ആഘോഷിച്ചു. ജൂൺ 12 ഡ്രൈ ഡേ. ശ്രീമതി രേഖ കരുണാകരൻ ഹെൽത്ത് കോർഡിനേറ്റർ ബോധവൽക്കരണ ക്ലാസ് നൽകി. ജൂൺ 16 ഡെപ്യൂട്ടി ചീഫ് UEI ആയിട്ടുള്ള ശ്രീമതി സിന്ധു T ബേബിയുടെ നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകി. ജൂൺ 19 മുതൽ 22 വരെ വായനാ വാരാചരണം നടത്തി. അടിക്കുറിപ്പ് മത്സരം, പ്രതിജ്ഞ, ക്വിസ്, വായനാക്കുറിപ്പുകൾ, നല്ല വായന എന്നീ വ്യക്തിഗത മത്സരങ്ങൾ നടത്തി ആഘോഷിച്ചു. ജൂൺ 21 യോഗാ ദിനം. മോർണിംഗ് സ്റ്റാർ കോളേജിലെ യോഗ ടീം അംഗം ശ്രീമതി അലീന കുട്ടികൾക്ക് പരിശീലനം നൽകി. ജൂൺ 23 ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എക്സിബിഷൻ പഠനയാത്ര നടത്തി. എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. പ്രതിജ്ഞ, പ്ലക്കാർഡ്, പോസ്റ്റർ, കൊളാഷ് മത്സരങ്ങൾ നടത്തി. ജൂലൈ 11 പെൺകുട്ടികൾക്ക് കൗമാര വിദ്യാഭ്യാസം അവയർനെസ് ക്ലാസ് RBSK കോർഡിനേറ്റർ മിസിസ് രശ്മി നൽകി. ജൂലൈ 25 അങ്കമാലി സിവിൽ എക്സൈസ് ഓഫീസർ മിസ്റ്റർ സിദ്ദിഖ് CA ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. ജൂലൈ 15 മുതൽ മിഡ് ടേം എക്സാം നടത്തി ക്ലാസ് PTA-കളിൽ മൂല്യനിർണ്ണയ അവലോകനം നടത്തി. ഓഗസ്റ്റ് 9 സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. ഹിരോഷിമ ദിനാചരണവുമായി ബന്ധപ്പെട്ട് പേപ്പർ കൊണ്ട് സുഡാക്കോ കൊക്കുകളെ നിർമ്മിച്ച് പറത്തി ലോക സമാധാനത്തിനുള്ള സന്ദേശം നൽകി. ഓഗസ്റ്റ് 11 ദീപിക ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ കളർ ഇന്ത്യ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തി. സമ്മാനങ്ങൾ നൽകി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ദേശീയ പതാക ഉയർത്തി ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജെവിമോൾ ജോസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അങ്കമാലി നഗരസഭയുടെ സ്വാതന്ത്ര്യദിന റാലിയിൽ വർണ്ണശബളമായ ഒരുക്കങ്ങളോടെ പങ്കെടുത്തു. ഓഗസ്റ്റ് 25 പൊന്നോണം 2023 പൂക്കളം തയ്യാറാക്കി മാവേലി മന്നന്റെ സാന്നിധ്യത്തിൽ ഫാദർ അരുൺ തേരുള്ളി, ഫാദർ അരുൺ മടത്തിപ്പറമ്പിൽ, PTA അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ആഘോഷിച്ചു. ശ്രീ മാർട്ടിൻ തയ്യാറാക്കിയ ഓണവഞ്ചിയും വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ. ഫാദർ അരുൺ തേരുള്ളി, വാർഡ് കൗൺസിലർ ശ്രീമതി ലിസി പോളി എന്നിവരുടെ സാന്നിധ്യത്തോടെ സമുചിതമായി ആഘോഷിച്ചു. സെപ്റ്റംബർ 8 വിവിധ മേളകൾ ശ്രീമതി ലിസി പോളി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 17 ദേശാഭിമാനി പത്രത്തിന്റെ നേതൃത്വത്തിൽ അക്ഷരമുറ്റം ക്വിസ് മത്സരം നടത്തി. ഒക്ടോബർ 20 PTA സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ ശുചിത്വ ദിനമായി ആചരിച്ചു. ഒക്ടോബർ 28 ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. നവംബർ 1 കേരളപ്പിറവി മനോഹരമായി ആഘോഷിച്ചു. നവംബർ 14 ശിശുദിനം. സ്റ്റാഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളോടെ കുട്ടികൾ സന്തോഷമാർന്ന ഒരു ദിനം ആസ്വദിച്ചു.
നവംബർ 15 സെക്കൻഡ് മിഡ് ടേം എക്സാം ആരംഭിച്ചു. രക്ഷിതാക്കളെ കുട്ടികളുടെ പഠന നിലവാരം ബോധ്യപ്പെടുത്തി പരിഹാര ബോധനങ്ങൾ ആവിഷ്കരിച്ച് നടത്തുന്നു. ഡിസംബർ 4 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ലീഡറായി ആൽവിൻ ബൈജുവിനെയും അസിസ്റ്റന്റ് ലീഡറായി ലിദിയ കെവിയെയും തെരഞ്ഞെടുത്തു. ഡിസംബർ 21 സ്കൗട്ട് പ്രവേശക ആഘോഷം ഇൻവെസ്റ്റിറ്റ്യൂച്ചർ സെറിമണി ബിൽജി ടീച്ചറുടെ നേതൃത്വത്തിൽ സ്കൗട്ട് ഒഫീഷ്യൽസിന്റെ സഹകരണത്തോടെ നടത്തി. ഡിസംബർ 22 ക്രിസ്മസ് ആഘോഷം നിശ്ചയിക്കപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ ക്ലാസും കരോൾ ഗാനം പാടി കേക്കിന്റെ മാധുര്യം ആസ്വദിച്ച് ആഘോഷിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിന് ഓവറോൾ പോയിന്റ് കരസ്ഥമാക്കുന്ന ജില്ലയ്ക്ക് നൽകി വരുന്ന സ്വർണ്ണക്കപ്പ് സ്വീകരണം ഘോഷയാത്രയ്ക്ക് എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മുടെ സ്കൂളിൽ ജനുവരി 2 സ്വീകരണം നൽകി. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയേകുന്ന PTA എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ ഓഡിറ്റോറിയത്തിലേക്ക് സ്റ്റേജ് കർട്ടനും ക്ലാസ് മുറികളിലേക്ക് മേശവിരിയും കർട്ടനും കൈമാറി. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു.